Hi, myself Fatima Nija. I'm happy headed student and thank God last May 24 attempt I first group clear and I got 74 for taxation. Thanks happy headed. I am a multiple attempt student. So എല്ലാ പ്രാവശ്യം ഫെയിൽ ആകുമ്പോൾ നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള പരിപാടി നോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കോൺടാക്ട് ചെയ്തു വന്നിട്ട് പറഞ്ഞു, നമ്മളെപ്പോഴും ഇതന്നെയല്ലേ ചെയ്യുന്നത്, നമുക്ക് ഇപ്രാവശ്യം പ്ലാൻ ഒന്ന് മാറ്റി പിടിക്കാം. ഇപ്പോൾ ഇതുപോലൊരു സ്ഥലമുണ്ട്, നാമ്പടത്താണ്. അപ്പോൾ നീ റെക്കോർഡഡ് പർച്ചേസ് ചെയ്ത് അവിടെ പോയിട്ടിരുന്ന് കാണാം. പിന്നെ അവിടെ ഷെഡ്യൂളുണ്ട്, മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. ഒരു പക്ഷേ നമുക്ക് എക്സാം എഴുതാനായിട്ട് വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും നമ്മൾ ഫെയിൽ ആവുന്നതെന്ന് പറഞ്ഞു. സോ ഐ ഡിസൈഡ് ടു ഗിവ് എ ഷോട്ട്. പിന്നെ എനിക്ക് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ മിക്കവർക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മൾ എക്സാമിൻ്റെ ഒരു ലാസ്റ്റത്തെ ഒരു മന്തൊക്കെ ആകുമ്പോഴത്തേനും പഠിച്ച് തീരാണ്ട് വരും. പിന്നെ ഒരു സെലക്റ്റീവ് സ്റ്റഡി എന്നുള്ളൊരു അപ്രോച്ചിലോട്ടൊക്കെ പോകും. ഇവിടെ വന്നിട്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഓൾമോസ്റ്റ് ഒരു 1 month മുന്നേ അതിൻ്റെ പോർഷൻസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ആ ലാസ്റ്റ് മന്ത് ഫുൾ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ആൻഡ് ദാറ്റ് റിയലി ഹെൽപ്പ് മീ ഫോർ മൈ ക്ലാസ്സിലാണെങ്കിലും ഫുൾ നമ്മൾ എപ്പോൾ നോക്കിയാലും നമ്മൾ ചുറ്റും ഇന്ന് പിള്ളേർ പഠിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു മോട്ടിവേഷനാണ് പഠിക്കാൻ. ഇപ്പം നമുക്കൊരു ഇച്ചിരി ഒന്ന് അലമ്പുന്ന പോലെ തോന്നിയാൽ പോലും നമുക്കൊരു റിഗ്രറ്റ് പോലെ വരുമ്പോൾ ഞാൻ പഠിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ഫുൾ ഒരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇവിടെ. വെച്ചാൽ ഈ ഒരു എക്സാം കഴിഞ്ഞിട്ട് ആ നെക്സ്റ്റ് എക്സാമിന് ഒരു 1.5 day ഉണ്ടല്ലോ. ആദ്യത്തെ ആ ഹാഫ് ഡേ നമ്മളൊന്നും പഠിക്കാറില്ല. 5 മണിക്ക് എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിന്നെ ക്ഷീണമൊക്കെ ആയിട്ടങ്ങ് കിടക്കും, അങ്ങനെ പഠിത്തം നടക്കത്തില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ വരും. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും നേരെ പഠനത്തിലോട്ട് തന്നെ പോകും. അപ്പോൾ നന്നായിട്ട് എക്സാമിനും നല്ലോണം തന്നെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ആസ് എ CA സ്റ്റുഡൻറ്റ് ഞാൻ എടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു ഹാപ്പി ആയിട്ട്. ഐ ടേൺഡ് ഔട്ട് ടു ബി റൈറ്റ്. സോ ഇഫ് യു വാണ്ട് ടു ബി ഹാപ്പി അബൌട്ട് യുവർ റിസൾട്ട്സ്, ഡു കം ടു ഹാപ്പി ആയിട്ട്.